ഏറ്റവും ആദരണീയരായ ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ഇവിടെ വന്നിരിക്കുന്ന അൽമായ സമൂഹങ്ങളെ, എന്റെ വനിതാ വുമൺ വെൽഫെയർ സംഘാംഗങ്ങളെ, വളരെ വിഷമം പിടിച്ച ഒരു രാത്രിയായിരുന്നു ഈ കഴിഞ്ഞ രാത്രി. നീതിക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ വൈദികർ പുറത്ത്, അനീതി ചെയ്യുന്ന വെറും 4 വൈദികർ അകത്ത് നിന്നുകൊണ്ട് ഏതാണ്ട് ഒരു 100-200 പോലീസ് സന്നാഹങ്ങളോടെ നീതി ചെയ്യുന്ന വൈദികർക്ക് സപ്പോർട്ടിനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ. സ്വന്തം വീടിന്റെ മുൻപിൽ കയറുവാൻ സാധിക്കാതെ പുറത്തുനിന്നും വെയിൽ കൊണ്ട് പ്രായപരിധി ഏറ്റവും വയസ്സായ വൈദികർ വരെ നല്ല വെയിലത്ത് വൈകുന്നേരം വരെ നിന്നിട്ടും സ്വന്തം കുടുംബത്തിലേക്ക് ഇത്രയും നാളും ചോരയും നീരും വേർത്ത് ഉണ്ടാക്കി ആ ബിഷപ്പ് ഹൗസിലേക്ക് കയറുവാൻ അവർക്ക് അനുവാദം കിട്ടാതെ ലഭിക്കുന്ന നമ്മുടെ 460 വൈദികരോളം പുറത്ത്, അൽമായ സമൂഹം പുറത്ത്, നമ്മളെല്ലാവരും അകത്തിരിക്കേണ്ടവരാണ്. അവരാണ് നമ്മൾ ഈ പുറത്ത് ആരുമില്ലാതെ നിൽക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ നമ്മളുടെ കെട്ടിച്ചു വന്ന മരുമകൻ നമ്മളോട് നമ്മുടെ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മാനസിക വിഷമം എത്രയാണ്? അതിനേലും എത്രയോ വേദനാജനകമാണ് ഇന്ന് നമ്മുടെ വൈദികർക്ക് അനുഭവിക്കുന്നത്. എല്ലാം സഹിക്കാം. ഇത്രയും നാളെ നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞു നിന്നു. പക്ഷെ കയ്യാങ്കളി, അത് വാക്കുകൾ തോറ്റപ്പോഴാണ് അവരിൽ നിന്ന് കയ്യാങ്കളി ഉണ്ടായത്. ഇല്ല, നമുക്കെല്ലാവർക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഈശ്വരൻ കാണുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഇത്രയും വൈദികരെയൊക്കെ വലിച്ചു കെട്ടി രാത്രി ഉറങ്ങുന്ന സമയത്തെല്ലാം വലിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആ മാനസിക വിഷമം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും. ഉറങ്ങുന്ന സമയത്ത് ഈ വൈദികരെയൊക്കെ വിളിപ്പിച്ചോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ദൈവം കാണുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം നീതിമാനായ ദൈവം, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വൈദികർക്ക് ദൈവം നീതി നടത്തി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അമ്മമാരുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും സ്നേഹത്തോടെയും പ്രാർത്ഥനയുടെയും, പ്രത്യേകിച്ച് രാജനച്ഛനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്.